പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആഷ്ന. ഞാൻ ഡയറക്റ്റ് UK നിന്നാണ് ഇന്ന് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മ വഴിയാണ് ഉടമ്പടിയെക്കുറിച്ച് ആദ്യം അറിയുന്നത്, കൃപാസനത്തെക്കുറിച്ച്. അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ കൂടുതലായി എല്ലാവരുടെയും കാണുന്നത് എല്ലാവരും പുറത്തു പോകുന്നു, UK പോകുന്നു, എല്ലാവരും സെറ്റിലാവുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിലെല്ലാവരും OET IELTS ഒക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വെറുതെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് UK പോകണം, പക്ഷേങ്കിൽ എനിക്ക് IELTS ഇല്ലാതെ എനിക്ക് വരണം, കാരണം എനിക്ക് IELTS എഴുതാൻ പേടിയാണ്, എനിക്ക് IELTS ഇല്ലാതെ UK ഒരു ജോബ് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു വട്ടം എനിക്ക് എൻ്റെ ഒരു ആൻറ്റി വിളിക്കുകയുണ്ടായി. ഞാനൊരു സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇവിടെ ഒരു പ്രൈവറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വേക്കൻസി ഉണ്ട്, ഒരു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്, മോൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പം ഞങ്ങളത് പെട്ടെന്ന് ഞാൻ അപ്പോൾ ഓർത്ത്, ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ പോയപ്പം എനിക്ക് ജോബ് വിസ തന്നെ റെഡിയാവുകയും അതും 5 വർഷത്തെ വിസ എനിക്ക് കിട്ടുകയും ഫാമിലീനെ കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വിസ കിട്ടി. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ ടൈമിൽ 1 വയസ്സുള്ളൊരു കുഞ്ഞു മോളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നല്ലൊരു ജോബാണല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആൾക്ക് അർഹതപ്പെട്ട ലീവ് കിട്ടും എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ കാര്യത്തോടെടുത്തപ്പം എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ ഫീഡ് ചെയ്യുന്ന 1 വയസ്സുള്ള എൻ്റെ മോളെ, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഇവിടെ വിട്ടിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് തെറപ്പിക്ക് വരുമ്പം പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറയും, ഈ കുട്ടികളുടെ പാരൻസ് പുറത്താണ്, ഈ കുട്ടികൾ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്തിനായി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആരും അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല, അവരുടെ അവസ്ഥ കാരണമാണ് അവർ കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ മെൻ്റലി ഒത്തിരി ഡൗൺ ആയിപ്പോയി. കാരണം എൻ്റെ കുഞ്ഞു ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി ഞാൻ വെച്ച നിയോഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടണം, എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കണ്ടു തന്നെ വേണം എനിക്ക് അവളെ വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ റിസൈൻ ചെയ്ത് അവിടെ വന്ന് സെറ്റിലാകാൻ വേണ്ടി അത്ര വലിയൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെയെങ്കിലും 5 കൊല്ലത്തെ വിസ കഴിഞ്ഞ് തിരിച്ചു വരിക എന്നൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും റിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സ്റ്റോപ്പൻ ഒന്ന് ലീവിന് വേണ്ടി നിയമപരമായിട്ട് ഒന്ന് മൂവ് ചെയ്യും, എന്തായാലും കിട്ടും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നിയമപരമായിട്ട് മൂവ് ചെയ്തു. ഞാനൊരു 6 മാസത്തേക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ 6 മാസം എന്നുള്ളത് പരിശുദ്ധ അമ്മ വഴി എനിക്കത് 1 കൊല്ലത്തേക്കാക്കി ലീവ് ഹസ്ബൻഡിന് തന്നു. അങ്ങനെ അവരെ ഞാൻ ഈ 30-ാം തീയതി എൻ്റെ ഒപ്പം കൊണ്ടുപോവുകയാണ്. പിന്നെ അടുത്തതായിട്ടുള്ള എൻ്റെ സാക്ഷി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു, സ്റ്റോൺ വന്നു നിറഞ്ഞിട്ട്. അതിനുശേഷം റെഗുലർ ചെക്കപ്പിൽ പോകുമ്പം അമ്മയ്ക്ക് ESR വാല്യൂ എപ്പോഴും ഹൈ ആയിട്ട് കാണിക്കും. അപ്പം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ESR വാല്യൂ ഹൈ ആയി കാണിക്കുക. പക്ഷെ നമുക്ക് ആ ഇൻഫെക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടാവുകയും ഭയങ്കരമായിട്ട് വേദന, ഈ ഒരു സൈഡിലായിട്ട് വേദന വരികയും നിൽക്കാനോ ശ്വാസം എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അമ്മേനെ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ അമ്മയുടെ ലിവറിൻ്റെ താഴെയായിട്ട് ഒരു മുഴ പോലെ വരികയും ലിവറിൽ പഴുപ്പ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു. പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ക്യാൻസർ ആയിരിക്കണം എന്നൊരു പേടിയായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ബയോപ്സിക്ക് വിട്ടു. അപ്പോൾ ഞാൻ ആ ടൈമിൽ UK ഞങ്ങൾ പ്രാർത്ഥിച്ചു, മക്കളെല്ലാവരും പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് തന്നെ പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ അമ്മ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. ബയോപ്സി റിസൾട്ട് വന്നു, പക്ഷേ അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമായി. പിന്നെ ഡോക്ടർ പറഞ്ഞത് ലിവറിനായതുകൊണ്ട് ഒരു മേജർ ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ആ മേജർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അമ്മേനെ ആദ്യം സ്കാനിങ്ങിന് കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ ആ സ്കാനിങ്ങിന് കയറ്റുന്ന ടൈമിൽ ഞാൻ UK വെച്ച് എൻ്റെ കയ്യിൽ വെഞ്ചിരിച്ച വസ്തുക്കളുണ്ടായിരുന്നു. ആ വിശുദ്ധ വസ്തുക്കളിൽ ഞാൻ തൈലമെടുത്ത് എൻ്റെ ലിവറിൻ്റെ ആ സൈഡിലായിട്ട് ഞാൻ കുരിശ് വരയ്ക്കുകയും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉപ്പ് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, മേജർ ഓപ്പറേഷനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ, ആരും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെയുള്ള സാക്ഷി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയൻ അവന് 19 വയസ്സുള്ള ടൈമിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയിട്ട്
സീഷർ ഫിറ്റ്സ് പോലെ വന്നു. അതും ഓരോ സെക്കൻഡിൽ എത്ര എണ്ണ വരുന്നത് നമുക്കത് പറയാൻ പറ്റത്തില്ല. അതുപോലെ അവൻ സ്റ്റേബിൾ ആകുന്നില്ല, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവനെ പെട്ടെന്ന് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അവനെ കിട്ടത്തില്ലായിരുന്നു തന്നെ പറഞ്ഞു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു മനുഷ്യന് ഒരു ഫിറ്റ്സ് വരിക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയായിരിക്കുന്ന ടൈമിൽ 5 വയസ്സ് വരെയാണ് ഒരു ഫിറ്റ്സിൻ്റെ ഒരു ഇത് പ്രായപരിധി എന്ന് പറഞ്ഞത്. പക്ഷേ ഇതെങ്ങനെയാണ് വന്നത്, ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 3 ദിവസം ICUവിലായിരുന്നു. അവന് ബോധം ഉണ്ടായിരുന്നില്ല. ആ ഒരവസ്ഥ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരന് ഒരു കുഴപ്പവും കൂടാതെ അവരെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരിക, ഫിറ്റ്സ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റണം. അപ്പം ഡോക്ടർ പറഞ്ഞത് ഇവൻ ലൈഫ് ലോങ് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമുക്കറിയാം ഫിറ്റ്സ് എന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ എത്ര ആൾക്കാർ പറഞ്ഞാലും ഫിറ്റ്സ് ആ ഒരു നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവാണ്, അവന് വയ്യല്ലോ. അങ്ങനെ അമ്മ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മ, എൻ്റെ അനിയന് ഒരു കുഴപ്പവും കൂടാതെ അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയന് അവർ ലൈഫ് ലോങ് മരുന്ന് വേണമെന്ന് പറഞ്ഞെടുത്ത് ഒരു കുഴപ്പവും കൂടാതെ ഇതിപ്പം 2 കൊല്ലമായി അവന് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ സഹോദരൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടക്കുന്നു. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഞാൻ വീടിന് വേണ്ടി ഒത്തിരി അന്വേഷിച്ച് നടക്കുക. UK-യിലുള്ളവർക്കറിയാം, നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയും ഓക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണ്, പറ്റത്തില്ല, ലാൻഡ് ലോഡർക്ക് ഇഷ്ടമല്ല എന്ന് പറയും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡബിൾ ബെഡ്റൂം ഉള്ള വീട് കിട്ടി കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് അവർ പറയും നിങ്ങളുടെ ആനുവൽ ഇൻകം അത് മീറ്റപ്പ് ആവുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒരു സിംഗിൾ ബെഡ്റൂം ഉള്ളത് എടുക്കുക. അപ്പോൾ ഞാൻ അമ്മ മാധവനോട് പറഞ്ഞു, അമ്മ എനിക്ക് കള്ളത്തരം പറഞ്ഞെടുക്കാൻ എനിക്ക് പേടിയാണ്, ഞാൻ ഇനി പോകുന്ന വ്യൂയിങ്ങിന് എനിക്ക് മുമ്പേ അമ്മ പോയിട്ട് അവരോട് സംസാരിച്ചോളുക, അമ്മ വീട് കണ്ടോളുക, എനിക്ക് കുഞ്ഞുണ്ടെന്ന് അവരറിയണം, എനിക്ക് ഇത്ര ആനുവൽ ഇൻകം ഉള്ളതെന്നും അവരറിയണം, എനിക്ക് വീട് കിട്ടിയേ പറ്റൂ. അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാർച്ച് 30 എന്നുള്ളത്. എനിക്ക് ഫെബ്രുവരി 10 ആയപ്പം സിംഗിൾ ബെഡ്റൂം തന്നെ എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ച് എൻ്റെ ആനുവൽ ഇൻകമത്തിൽ എനിക്ക് ഒരു വീട് തന്നു. അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പള്ളിയിൽ പോകണം, കുർബാന കാണണം, കുമ്പസാരിക്കണം. അപ്പം ഞാൻ ഒരു കൊല്ലത്തോളമായിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി വീടുകളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയെങ്കിലും ലാസ്റ്റ് വന്ന് വീടിൻ്റെ അടുത്ത് ബസ്സിൽ 20 മിനിറ്റ് ദൂരത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ മലയാളം കുർബാനയും ഒത്തിരി ഇടവകാംഗങ്ങളുമുള്ള ഒരു സ്ഥലത്ത് വീട് കിട്ടുകയും പള്ളി കണ്ടെത്താനും നമ്മുടെ പെസഹ വ്യാഴാഴ്ച തന്നെ പോയി കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാനും എനിക്ക് പറ്റി. ഇതിൽ കൂടുതൽ ഞാൻ എന്താ അമ്മ മാധവനോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു. കൂടാതെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ എൻ്റെ അമ്മയുടെയോ ഹസ്ബൻഡിൻ്റെയോ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയുള്ളവർക്ക് ഫുഡ്, പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ എന്നാ കഴിയുന്നത് ചികിത്സയ്ക്കായിട്ട് ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കാനും പിന്നെ ഞാൻ എൻ്റെ ഇവിടുന്ന് മേടിച്ചിട്ട് പോയ പത്രങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വഴി സ്കൂളുകളിലും അതുപോലെ ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ ഞാൻ ഓൺലൈൻ വഴി എടുത്ത പത്രങ്ങൾ ഞാൻ ഓൺലൈൻ വഴി തന്നെ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും അങ്ങനെ 2-3 ഫ്രണ്ട്സ് ഞാൻ വഴിയായി ഉടമ്പടി എടുക്കാനും ഇടയായി. ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അമ്മയ്ക്ക് 1000 നന്ദി.